ചെയ്യും. തെളിവ് പോരെ സാറിന്? അത് ഞാൻ കൊണ്ടുതരാം. ഓക്കെ മാഡം, ശരി. എന്തായി? സോളിഡായി ഒരു സാക്ഷിമൊഴിയെങ്കിലും ഒപ്പിച്ചു കൊടുക്കണമെന്ന് SI പറയുന്നേ. അതിപ്പോ സാക്ഷിമൊഴി എന്ന് വെച്ചാ? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. SI എന്തായാലും ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി തരാമെന്ന ഉറപ്പ്. എന്താ വസു, നിധിന്നും അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടു? എന്താ കാര്യം പറ. നിധിയുടെ കാര്യം പറഞ്ഞാൽ മാത്രം ആന്റിക്ക് നന്നായിട്ട് ചെവി വെക്കും. ഇന്നും മിണ്ടാതിരിക്കും ശിവാനി. എന്താ വസു കാര്യം? കാര്യം വളരെ സിമ്പിളാണ്. നിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പോകുന്നു. നീ എന്തോ ഈ പറയുന്നത്? കേസ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഗർഭിണിയായ ഒരു പെണ്ണിന് മയക്കുമരുന്ന് കൊടുത്ത് അവളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ നോക്കി. ഏട്ടത്തിക്ക് ഇപ്പൊ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം പിടികിട്ടി കാണുമല്ലോ. ഈ നിൽക്കുന്ന ശിവാനിയുടെ വയറ്റിലെ ഇരട്ട കുഞ്ഞുങ്ങളെ കൊല്ലാനായി ഇളനീരില് മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നുള്ളതാണ് കേസ്. മയക്കുമരുന്ന് കൊടുത്തെന്നോ? ആര്? നിധിയോ? എന്തൊക്കെയോ വസു നീ പറയുന്നത്? വെറുതെ അനാവശ്യമൊന്നും വിളിച്ചു പറയല്ലേ. അയ്യോ, ഞാനായിട്ടൊരു അവസാന വിധി എഴുതിയതൊന്നും അല്ല. കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. പിന്നെ തീരുമാനിക്കാം എത്ര കാലം അവൾക്ക് ജയിലിൽ കഴിയേണ്ടി വരുമെന്ന്. വസു, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ. നിധി പാവാ, അതിനെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഓഹോ, നിധി പാവമാണോ? അപ്പൊ ഏട്ടത്തിയോ? ഏട്ടത്തി അപ്പൊ ഭയങ്കരിയായിരിക്കും അല്ലേ? അതുകൊണ്ടാണല്ലോ അവളുടെ കൂടെ ചേർന്ന് നിന്ന് ഇളനീരിലും മയക്കുമരുന്ന് കലർത്തി ഇവൾക്ക് കൊടുത്തത്. ഈ വീടിന്റെ പരമ്പരയെ വയറ്റില് ചുമക്കുന്ന പെണ്ണിനോട് അമ്പലത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഇതുപോലെ ഒരു വൃത്തികേട് കാണിക്കാൻ ഏട്ടത്തിക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അത് പിന്നെ നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയില്ല. നിധി ആ ഇളനീർ കടക്കാരനുമായിട്ട് സംസാരിക്കുന്നതിന്റെ CCTV ഫുട്ടേജ് കാണണോ ഏട്ടത്തിക്ക്? കാണിച്ചു തരാം ഞാൻ. ശിവാനി, കാണും, നല്ലപോലെ കാണും. മതിയായോ? തൃപ്തിയായോ? ഒട്ടും വൈകില് ഇനി നിധിയുടെ അറസ്റ്റ് എന്തായാലും ഉണ്ടാവും. 2 കോടി രൂപ കൊടുത്ത് ഗൗതമിനെ സഹായിച്ചാൽ അവനെ വിട്ടു പൊയ്ക്കോളാമെന്ന് എനിക്ക് സത്യം ചെയ്ത് തന്നിട്ട് എന്നെ ചതിച്ചവളാണ് അവള്. അവളെ രക്ഷിക്കാൻ നോക്കിയാൽ ഏട്ടത്തിയെ ഞാൻ ഈ കേസിൽ കൂട്ടുപ്രതിയാക്കും. ഓർത്തോ അത്? ആന്റിയും കൂടെ ചേർന്നാണ് എനിക്ക് മയക്കുമരുന്ന് തരാൻ നോക്കിയതെന്ന് തെളിവ് സഹിതം ഞാൻ പ്രണവിനെ ധരിപ്പിച്ചാലുണ്ടല്ലോ, അതോടുകൂടി ആന്റിക്ക് അടുത്ത മകനെ നഷ്ടപ്പെടും. അത് വേണോന്ന് സ്വയം തീരുമാനിക്കേ. എത്രേ? 100. എന്താ അമ്മ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് ഞാൻ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഒരു സന്തോഷവും കണ്ടില്ലല്ലോ. അപ്പോഴും നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്താ അമ്മേ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗൗതമിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു എന്ന് അറിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യ. പക്ഷെ അത് പ്രകടിപ്പിക്കാനാവാത്ത വിധം എനിക്കൊരു ഷോക്ക് കിട്ടി മോളെ. ഷോക്കോ? അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. ആ ശിവാനിയും വസുന്ധരയും ചേർന്ന് നിന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നോക്കുക.
അറസ്റ്റ് ചെയ്യുന്നത്? അതിന് ഞാൻ എന്ത് കുറ്റാ ചെയ്തേ? ഒരു കുറ്റം ചെയ്തു മോളെ. അതിന് ഞാനും കൂട്ടുനിന്നതല്ലേ. ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇളനീര് മയക്കുമരുന്ന് കലർത്തി കൊടുത്തില്ലേ? അതിന്റെ CCTV ഫുട്ടേജ് അമ്പലത്തിൽ നിന്ന് ശിവാനി ഒപ്പിച്ചെടുത്തു. ആ വസു നന്നായിട്ട് കളിക്കുന്നുണ്ടേ. അവള് ശിവാനിയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ആ ഇളനീര് കടക്കാരനുമായിട്ട് നീ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ അവരെന്നെ കാണിച്ചു തന്നു. ആ തെളിവ് സഹിതം അവര് കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ നീ സംസാരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് കാണാം. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആ വസുവിനെ അറിയില്ലേ? അവള് നിസ്സാരക്കാരിയല്ല മോളെ. നിന്നോടുള്ള ശത്രുതയ്ക്ക് പകരം വീട്ടാൻ പണം എറിഞ്ഞിട്ടായാലും അവള് നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ശിക്ഷ വാങ്ങിത്തന്ന് ജയിലിലടയ്ക്കുന്നാ പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും മോളെ? നീ എന്താ മോളൊന്നും മിണ്ടാത്തെ? ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറഞ്ഞതാ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അത് ശിവാനി അവൾക്ക് വേണ്ടി തന്നെ കുഴിക്കുന്ന കുഴിയായിരിക്കും. എന്നുവെച്ചാ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇടട്ടെ. മോളെ, നീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ശിവാനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയെന്നും പറഞ്ഞ അവള് കേസ് കൊടുത്തിരിക്കുന്നത്. ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിലല്ലേ ആ കേസ് നിലനിൽക്കും. അവളുടെ വയറ്റിൽ കുഞ്ഞുങ്ങളെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കിയെന്നുള്ള കേസിന് എന്ത് നിലനിൽപ്പാണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറസ്റ്റ് നടക്കട്ടെ, ബാക്കി നമുക്ക് വഴിയെ കാണാം. അതോടെ നിയമപരമായി തന്നെ ശിവാനിയുടെ കള്ളം ഞാൻ പൊളിക്കും. നീ വേണ്ടാത്തത് പറയാതൊന്നും പോയേ. അവളുടെ കള്ളം തെളിയിക്കാൻ വേണ്ടി നീ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് ഞാൻ കൂട്ടു നിൽക്കണോ? അതൊന്നും നടക്കില്ല. അമ്മേ, ഇതൊരു നല്ല വഴിയാണ്.